My dear Homo sapiens, welcome to my channel. Whew. അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയമാണ് സിഗരറ്റ്സ്, അതായത് പുകവലി. ഓക്കെ, പുകവലി ഹമാരെ ശരീർ കോ ഹാനികാരക് ഹേ എന്ന് പറഞ്ഞിട്ട് കുറേ വാണിംഗ് മെസ്സേജസ് നമ്മുടെ സിനിമയുടെ ഒക്കെ അടിയിൽ കാണിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സിഗരറ്റിൻ്റെ ബേസിക് മെക്കാനിസം, സിഗരറ്റ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്, ഓക്കെ, എങ്ങനെയാണ് സിഗരറ്റ് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുത്തുന്നത്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ സിഗരറ്റ് എഫക്ട്സ് അവർ സ്ട്രെങ്ത്. ഓക്കെ, അതായത് നമ്മുടെ സ്ട്രെങ്ത്തിനെ എങ്ങനെയാണ് സിഗരറ്റ് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സിഗരറ്റ്സിനെ നമുക്ക് മാക്സിമം ഒഴിവാക്കാനുള്ള സൊല്യൂഷൻസ്. അതാണ് നമ്മൾ മൂന്നാമത്തെ സെക്ഷൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാനിവിടെ ആദ്യമേ തന്നെ സിഗരറ്റിൻ്റെ ബേസിക് കോർ മെക്കാനിസം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ റിയാക്ഷനും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ റിയാക്ഷൻസ് എന്താണെന്ന് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. റിയൽ ലൈഫായിട്ട് എങ്ങനെയാണ് അത് സാമ്യമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വർക്കൗട്ടിലോട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ സിഗരറ്റ് കത്തിച്ചു. ഹൈ മാൻസ്, വേർ ദ ഫക്ക് ഈസ് സിഗരറ്റ്. ഇതാണ് സിഗരറ്റ്. ഇപ്പോൾ സങ്കല്പിക്കാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞ ഇയർബഡ്സ് ആണ്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഇത് സിഗരറ്റിൻ്റെ പോലെ ഒന്ന് സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ സിഗരറ്റ് എടുത്തു, മുഴിച്ചു, കത്തിച്ചു, എന്നിട്ടൊരു വലിയാണ് അല്ലേ. അപ്പോൾ ഇത് വലിക്കുന്ന ആൾക്ക് ഭയങ്കര സുഖമായിരിക്കും. ഒരു ഇത്രയും ഒരു സമയം കഴിയുമ്പോൾ അയാൾക്ക് നല്ലൊരു സുഖമായിരിക്കും. അപ്പോൾ ചിലന്മാർക്ക് പറയും മര്യാദയ്ക്ക് അതിൻ്റെ കിക്ക് കിട്ടണമെങ്കിൽ അങ്ങോട്ട് അകത്ത് പിടിച്ച് വലിക്കുക എന്ന് പറയും. ശ്വാസം പിടിച്ച് നല്ലോണം അകത്ത് വലിച്ചിട്ട് പുറത്തേക്ക് കളയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള കിക്ക് കിട്ടും. ഓക്കെ, സിഗരറ്റ് കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ? ആദ്യത്തെ റിയാക്ഷൻ. അപ്പോൾ ആദ്യത്തെ റിയാക്ഷനിൽ ഞാൻ CXHYOZ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് ബേസിക്കലി ഒന്നുമില്ല. ഇത് പേപ്പറിൻ്റെയും ഈ അകത്തുള്ള നമ്മുടെ ഈ പൗഡറിൻ്റെയും കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു എന്താ പറയുക സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് അല്ലേ. പേപ്പർ ആയിക്കോട്ടെ, അതിൻ്റെ അകത്തുള്ള ഈ പറഞ്ഞ പോലെ പൗഡർ ആയാലും അതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ് അല്ലേ. അപ്പോൾ അതിനാണ് ഞാനിവിടെ ഇതേപോലെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിൽ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന് ലൈറ്റർ വെച്ചു. ലൈറ്റർ, ഇതിൻ്റെ കയ്യിൽ ലൈറ്റർ ഉണ്ട്. ലൈറ്റർ ഇങ്ങനെ പിടിച്ചു, കത്തിച്ചു. അപ്പോൾ അവിടെ ഓക്സിജൻ്റെ റിയാക്ഷനാണ് അല്ലേ. അപ്പോൾ ഓക്സിജനായിട്ട് റിയാക്ഷനായി. ഓക്സിജനായിട്ട് റിയാക്ഷൻ ആകുമ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് അവിടെ റിലീസ് ആവുന്നത്? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസായി, CO2, പിന്നെ വേപ്പറൈസേഷൻ H2O, അതായത് വാട്ടറിൻ്റെ ഒരു വേപ്പർ ഫോമാണ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. പിന്നെ ഇതാണ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനം. എന്താണ് ആ ഡേഞ്ചർ ആയിട്ടുള്ള സാധനം? അതായത് കാർബൺ മോണോക്സൈഡ്. ഇപ്പോൾ CO എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ആണ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനം. പിന്നെ അടുത്തതാണ് നൈട്രസ് ഓക്സൈഡ്. അതിൻ്റെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ആണ് വരുന്നത് VOC എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയും, VOC. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബെൻസാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്, അങ്ങനത്തെ കുറേ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിലൂടെ വരുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് നിക്കോട്ടിൻ. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കും. പിന്നെ അടുത്ത വരുന്ന പ്രോഡക്റ്റാണ് ടാറ്. പിന്നെ വരുന്നതാണ് ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചില റിയാക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ചില അകത്തുള്ള റിയാക്ഷൻസ് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കുറേ കോമ്പൗണ്ട്സ് ഓർ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് ഈ ചില ഇലക്ട്രോൺസ് ഒന്നും ഷെയർ ആവാത്തതിൻ്റെ കാരണം കൊണ്ട്
അവരിങ്ങനെ ഫ്രീ റാഡിക്കൽസ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. അത് നമ്മുടെ DNA ഡാമേജ് ചെയ്യും. ഓക്കെ, DNA ഡാമേജ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഫ്രീ റാഡിക്കൽസ്. ഓക്കെ, അവർക്ക് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഷെയർ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അത് എവിടെ എന്ത് ഇലക്ട്രോൺസും കിട്ടിയാലും അവർ ഷെയർ ചെയ്യും. ഓക്കെ, അതപ്പോൾ നമ്മുടെ DNA സ്ട്രക്ചറിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസും കാർബൺ മോണോക്സൈഡും ആണ് ഇവിടുത്തെ മെയിൻ വില്ലൻ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ റിയാക്ഷനിൽ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റുന്നത് ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ഓർഗാനിക് സ്ട്രക്ചറാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് നിക്കോട്ടിൻ. ഓക്കെ, ഇതാണ് സ്മോക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധനം. ഇതാണ് അവർക്ക് കിക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ ഒറ്റടിക്ക് നിക്കോട്ടിൻ കിട്ടൂല. കത്തിക്കുമ്പോൾ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, പിന്നെ അതേപോലെ ടാർ ഉണ്ടാവും, ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. പിന്നെ VOC എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഒരു ചെറിയൊരു അംശമാണ് നിക്കോട്ടിൻ. ഓക്കെ, ഈ ഒരു നിക്കോട്ടിന് വേണ്ടിയാണ് ഇവർ കത്തിക്കുന്നത്. അതിനോടൊപ്പം വേറെ കുറേ കെമിക്കൽസും ഓർഗാനിക് കോമ്പൗണ്ട്സും അവിടെ വരുന്നുണ്ട്. അത് അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ നിക്കോട്ടിനാണ് അവർക്ക് അഡിക്ഷൻ ആക്കുന്നത്. ഓക്കെ, അഡിക്ഷൻ തരുന്നത് ആരാണ്? നിക്കോട്ടിൻ. അപ്പോൾ ഈ നിക്കോട്ടിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിക്കോട്ടിൻ ഒരു വേപ്പർ ഫോമിലാണ് നമ്മുടെ ബോഡിൻ്റെ അകത്ത് വരുന്നത്. അതെന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലച്ചോറിൻ്റെ നിക്കോട്ടിൻ റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കുറേ സംഭവമുണ്ട്. ഓക്കെ, ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ നമ്മുടെ നിക്കോട്ടിനിക് റെസിപ്റ്റേഴ്സ്, നമ്മുടെ തലച്ചോറിലുള്ള നിക്കോട്ടിനിക് റെസിപ്റ്റേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഈ ബൈൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു നാച്ചുറൽ റെസ്പോൺസ് ആയിട്ടാണ് നമുക്ക് ഡോപ്പമൈൻ റിലീസ് വരുന്നത്. അപ്പോൾ ഡോപ്പമൈൻ റിലീസ് എന്ന് പറഞ്ഞാൽ, ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമൈൻ. ഓക്കെ, അപ്പോൾ ഡോപ്പമൈൻ റിലീസ് ആവും. ഓഫ് കോഴ്സ് ഡോപ്പമൈൻ റിലീസ് ആകുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? നല്ലൊരു ആശ്വാസം കിട്ടും അല്ലേ? അതായത് നമുക്ക് നല്ലൊരു നമ്മൾ ഒരു ഫീൽ ഗുഡ് അല്ലേ? അപ്പോൾ ഈ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഇവർ ഈ സാധനം വലിക്കുന്നത്. സബ് കോൺഷ്യസ്ലി അവരെന്താ വിചാരിക്കുന്നത്? അതായത് ഇവർ വലിക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത്? നമുക്ക് നിക്കോട്ടിൻ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീൽ ഗുഡിന് വേണ്ടിയാണ് അവർ വലിക്കുന്നത് അല്ലേ? പക്ഷേ ബേസിക്കലി അതിനോടൊപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് റിലീസ് ആവുന്നത്? കാർബൺ മോണോക്സൈഡ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള കുറേ കെമിക്കൽസ് വരുന്നുണ്ട്, ടാർ വരുന്നുണ്ട്, ഫ്രീ റാഡിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, അത് നമ്മുടെ DNA ഡാമേജ് ചെയ്യും. പിന്നെ ടാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിൻ്റെ ഒരു റെസിഡ്യൂൽ പ്രോഡക്റ്റ് ആണ്. അതൊരു ഭയങ്കര ഒരു വിസ്കസ് ആയിട്ടുള്ള ഒരു ഭയങ്കര വിസ്കോസിറ്റി കൂടിയ ഒരു ഫ്ലൂയിഡാണ് ടാർ. ഓക്കെ, അത് നമ്മുടെ ലങ്സിൻ്റെ അവിടെ പറ്റി പിടിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ കാർബൺ മോണോക്സൈഡാണ് അവിടെ വില്ലൻ. അത് ഞാൻ കാർബൺ മോണോക്സൈഡ് വില്ലൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കാർബൺ മോണോക്സൈഡാണ് നമ്മുടെ സ്ട്രെങ്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ഈ ഒരു രണ്ട് റിയാക്ഷനും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ അടുത്ത ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡോപ്പമൈൻ സർജ് ഗീവ്സ് എ ടെമ്പററി യൂഫോറിക് ലൈക്ക് ഫീലിംഗ്. ഓക്കെ, അതായത് ഡോപ്പമൈൻ്റെ ആ ഒരു അളവ് കൂടുമ്പോൾ, നമുക്ക് സിഗരറ്റ് വലിക്കുമ്പോൾ അതിനോടൊപ്പം നമുക്ക് ഡോപ്പമൈൻ റിലീസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഡോപ്പമൈൻ റിലീസ് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഫീൽ ഗുഡ് കിട്ടും അല്ലേ? ഇതൊരു നല്ല ഒരു സുഖമുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു നമുക്കൊരു ഫീൽ ഗുഡ് വരും. പിന്നെ അടുത്ത പോയിന്റ് എന്താ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഓവർ ടൈം ദ ബ്രെയിൻ എക്സ്പെക്ട്സ് ദ ഡോപ്പമൈൻ ബൂസ്റ്റ് ഫ്രം സ്മോക്കിംഗ്. ഓക്കെ, ആൻഡ് ആസ് എ റിസൾട്ട് ദ പേഴ്സൺ ബിക്കംസ് അഡിക്റ്റഡ് ടു സ്മോക്കിംഗ്. അതായത് സമയം പോകുന്തോറും നമ്മുടെ തലച്ചോറ് എന്താ പ്രതീക്ഷിക്കുക? ഇവന് ഇനിയും ഡോപ്പമൈൻ എനിക്ക് വേണം, എനിക്ക് ഡോപ്പമൈൻ ഇനിയും വേണം എന്ന് പറഞ്ഞ് നമ്മുടെ തലച്ചോറ് കൂടുതൽ ക്രേവ് എന്ന് പറഞ്ഞാൽ കൊതിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വലിച്ചു, നല്ലൊരു ഡോപ്പമൈൻ റിലീസ് ഉണ്ടായിരുന്നു, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വലിച്ചു, അപ്പോൾ നമ്മൾ വിചാരിക്കും
ഇടയ്ക്കിടയ്ക്കല്ലേ വലിക്കുന്നത്, കുഴപ്പമില്ല. ഒരാഴ്ചയായി 2-3 ആഴ്ചയായി, പിന്നെ ഫ്രണ്ട്സ് പോയി, പിന്നെ ഒരു പരിധിയാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ടെൻഷൻ അടിക്കുമ്പോൾ മെയിനായിട്ട് ഒരു ചെറിയൊരു പഫ് അടിക്കാൻ പറഞ്ഞു. ഇന്ന് ഒരു ദിവസത്തേക്ക് ഇന്ന് ഞാൻ 2 അടിക്കുള്ളൂ. അങ്ങനെ പോകുന്തോറും അതൊരു 4 സിഗരറ്റ് ആവും, പിന്നെ അതേപോലെ 5 സിഗരറ്റ് ആവും, പിന്നെ ഒരു ദിവസം ആകുമ്പോൾ അതൊരു പാക്കറ്റായി മാറും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ നമ്മൾ വലിച്ചു വരുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു എന്താ പറയാ ഡോപ്പമൈൻ്റെ പ്രൊഡക്ഷൻ കൂടിയാണ് വരുന്നത്. അപ്പോൾ ബ്രെയിനൊരു തലച്ചോറ് എന്താ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ഇനിയും ഡോപ്പമൈൻ വേണം, ഇനിയും ഡോപ്പമൈൻ റിലീസ് ചെയ്യണം. അപ്പോൾ ഇവൻ ഡോപ്പമൈൻ്റെ ആ ഒരു അളവ് കൂടുന്തോറും തലച്ചോറിന് ഇനിയും വേണോ എന്ന് പറഞ്ഞ ഒരു ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റും? അഡിക്ഷൻ വരും. അവന് നിർത്താൻ പറ്റൂല, അവന് ഈ പിടിച്ചു നിർത്താൻ പറ്റില്ല, അവൻ്റെ കൺട്രോളല്ല. പിന്നെ അവൻ്റെ കൺട്രോൾ അല്ലാതെ പോകും. അവനിപ്പോൾ ഈ സാധനം വലിച്ചാൽ അവനൊരു സമാധാനം കിട്ടും, അങ്ങനെ ആയിപ്പോവും. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹൗ സ്മോക്കിംഗ് എഫക്ട്സ് സ്ട്രെങ്ത് പെർഫോമൻസ്. അതായത് സ്മോക്കിംഗ് എങ്ങനെയാണ് നമ്മുടെ സ്ട്രെങ്തിനെ ബാധിക്കുന്നത്. ഞാനിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് കാർബൺ മോണോക്സൈഡും നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ അകത്തുള്ള ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ റിയാക്ഷൻ, അതായത് സിഗരറ്റ് ബേൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്യും, അല്ലേ? നമ്മൾ ഈ വലിക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ലങ്സിൻ്റെ അകത്ത് പോകും. അവിടെ ചെന്നിട്ട് അത് ലങ്സിൻ്റെ അകത്ത് പോയ ശേഷം അവിടെ നിന്ന് ഡിസ്പേഴ്സായി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് വരും, അല്ലേ? ഇതൊക്കെ ബ്ലഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ ബ്ലഡിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്ലഡിൻ്റെ അകത്ത് RBC, അതായത് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. ഈ റെഡ് ബ്ലഡ് സെൽസിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുറേ ഓക്സിജൻ കണ്ടന്റ് ഉണ്ട് അതിൽ. അപ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡ് ഈ ഹീമോഗ്ലോബിനായിട്ട് എന്താവും? കമ്പൈൻ ചെയ്യും. അതായത് ഈ കാർബൺ മോണോക്സൈഡ് ഈ ഹീമോഗ്ലോബിനായിട്ട് റിയാക്റ്റ് ആവും. അപ്പോൾ ഇവർ റിയാക്റ്റ് ആയ ശേഷം ഇവർ തമ്മിലുള്ള ഒരു റിയാക്ഷൻ വഴി എന്താ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്? കാർബോക്സി ഹീമോഗ്ലോബിൻ, അതായത് HbCO. അപ്പോൾ CO പ്ലസ് HB എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ, അതിൻ്റെ പ്രോഡക്റ്റ് എന്താ വരുന്നത്? HbCO, അതായത് കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനമാണ് ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ. പിന്നെ അതുമല്ല, ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് നമ്മുടെ ഓക്സിജനെ കാട്ടും 200 ടൈംസ് റിയാക്റ്റീവാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ മുമ്പിൽ ഒരു കാർബൺ മോണോക്സൈഡും ഓക്സിജനും വെച്ച് കൊടുത്താൽ കാർബൺ മോണോക്സൈഡ് ആയിരിക്കും ഹീമോഗ്ലോബിനായിട്ട് നല്ല ടൈറ്റായിട്ട് അവിടെ കമ്പൈൻ ചെയ്യുന്നത്. അതായത് ഓക്സിജന് ഒരു സ്പേസും കൊടുക്കൂല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ കാർബൺ മോണോക്സൈഡ് ഹൈലി റിയാക്റ്റീവാണ്. ഹീമോഗ്ലോബിനെ കണ്ട ഉടനെ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഇപ്പം ഇങ്ങനെ സംഭവിക്കും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറും. അതായത് ഹീമോഗ്ലോബിൻ്റെ ആ ഒരു ഓർഗാനിക് സ്ട്രക്ചർ മാറും. ഹീമോഗ്ലോബിനാണ് മസിൽ സെൽസിലോട്ട് പോയിട്ട് ഓക്സിജൻ ഡെലിവർ ചെയ്യുന്നത്. എന്നാലേ നമുക്ക് മസിൽ സെൽസിന് ഒരു എന്താ പറയുക സ്ട്രെങ്ത് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിൻ തമ്മിലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ എന്തോ സ്ട്രക്ചറൽ വേരിയേഷനൊക്കെ വരുന്നുണ്ട് ഹീമോഗ്ലോബിൻ. അപ്പോൾ അങ്ങനെ സംഭവിക്കുക എന്താ പറ്റുന്നത്? ഈ ഓക്സിജൻ, ഈ ഹീമോഗ്ലോബിൻ്റെ അകത്ത് ഉള്ള ഓക്സിജന് പുറത്തോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ഈ കാർബൺ മോണോക്സൈഡ് കാരണം ഈ ഹീമോഗ്ലോബിൻ്റെ അകത്തുള്ള ഓക്സിജന് പുറത്തോട്ട് വരാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്താ സംഭവിക്കുക? നമ്മുടെ മസിൽ സെൽസിലോട്ട് കറക്റ്റായിട്ട് ഓക്സിജൻ ഡെലിവറി ഉണ്ടാവില്ല. മസിൽസിലോട്ട് കറക്റ്റായിട്ട് ഓക്സിജൻ ഡെലിവറി ഉണ്ടായാൽ മാത്രമേ നമുക്ക് സ്ട്രെങ്ത് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ബ്ലോക്സ് ഓക്സിജൻ ഫ്രം ബൈൻഡിങ്.
ബൈൻഡിങ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ മസിൽ സെൽസിലോട്ട് ഈ ഓക്സിജൻ ഉള്ള ഓക്സിജൻ ഹീമോഗ്ലോബിൻ്റെ അകത്ത് ഉള്ള ഓക്സിജന് പുറത്തോട്ട് പോകാൻ കാർബൺ മോണോക്സൈഡ് സമ്മതിക്കില്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ്, മസിൽ ടിഷ്യൂ റിസീവ്സ് ലെസ് ഓക്സിജൻ വിച്ച് റിസൾട്ട്സ് ഇൻ ലെസ് എൻഡുറൻസ് ആൻഡ് പവർ അണ്ടർ ലോഡ്. അതായത് ഈ ഒരു കാരണം കൊണ്ട്, അതായത് കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിൻ കൊണ്ട് റിയാക്ട് ആകുമ്പോൾ നമുക്ക് കാർബോക്സി ഹീമോഗ്ലോബിൻ കിട്ടുന്നുണ്ട്. ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ അകത്ത് എന്തുണ്ട്? ഓക്സിജൻസ് ഉണ്ട്. ഓക്സിജൻ അവിടെ പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം ഈ കാർബൺ മോണോക്സൈഡ് കാരണം പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം മസിൽ ടിഷ്യൂസിലോട്ട് ഓക്സിജന് പുറത്തോട്ട്, അതായത് മസിൽ ടിഷ്യൂവിലോട്ട് ഓക്സിജന് കിടക്കാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു നമുക്കപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിട്ടാണ് കാണാൻ പറ്റുന്നത്? നമുക്ക് ഫിസിക്കലി നമുക്ക് അത് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എൻഡുറൻസ് ഉണ്ടാവില്ല, നമുക്ക് വർക്കൗട്ട് ചെയ്യാനൊരു എന്താ പറയുക എൻഡുറൻസ് ഉണ്ടാവില്ല, സ്റ്റാമിന ഉണ്ടാവില്ല. ഓക്കെ. ഒരു 5 കിലോ ബൈസപ്പുകൾ അടിക്കുമ്പോൾ തന്നെ ഒരു റെപ്പ് 2 റെപ്പ് അടിക്കുമ്പോൾ തന്നെ നമ്മൾ തളർന്നു പോകും. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ രണ്ടാമത്തെ എന്താ സംഭവിക്കുന്നത്? പവർ അണ്ടർ ലോഡ്. അതായത് ഇപ്പോൾ ഒരു ബെഞ്ച് പ്രസ് ചെയ്യുന്നു, അപ്പോൾ ഒരു നോൺ സ്മോക്കറും ഉണ്ട്, സ്മോക്കിംഗ് ചെയ്യുന്ന ഒരാളും കൂടി. അപ്പോൾ നോൺ സ്മോക്കർ ഒരു 100 കിലോ ഒരു 10 റെപ്പ് അടിക്കും ഇങ്ങനെ. കാരണം അവൻ്റെ പെക്സിലോട്ട് ഈ ചെസ്റ്റ് മസിൽസിലോട്ട് കറക്റ്റായിട്ട് ഓക്സിജൻ ഡെലിവർ ആവുന്നുണ്ട്, കാരണം അവൻ സ്മോക്കിംഗ് ചെയ്യുന്നില്ല. അതേസമയം സ്മോക്കിംഗ് ചെയ്യുന്ന ആളുടെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇവൻ വലിച്ചുകൊണ്ടിരിക്കുന്ന ഇവനാളാണ്. ഇവൻ്റെ അകത്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് അവൻ്റെ മസിൽസിലോട്ട് കറക്റ്റായിട്ട് ഓക്സിജൻ മസിൽ ടിഷ്യൂസിലോട്ട് കറക്റ്റായിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് ഇവന് 100 കിലോ പൊക്കാൻ ഇവൻ കഷ്ടപ്പാട് പിടിക്കും, കാരണം മസിൽസ് കറക്റ്റായിട്ട് കോൺട്രാക്റ്റ് ആവുന്നില്ല, മസിൽസിലോട്ട് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ റിലീസ് ആവുന്നില്ല. ഓക്സിജൻ അവിടെ ഇടപെട്ടാലേ ഫേർദർ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുള്ളൂ. അതായത് മൈറ്റോകോൺട്രിയ അറിയാലോ, പവർ ഹൗസ് ആണ്. അപ്പം അങ്ങനത്തെ കുറേ ഫേർദർ റിയാക്ഷൻസ് മൈറ്റോകോൺട്രിയയിൽ നിന്ന് നമുക്ക് ATP പ്രൊഡക്ഷൻ വരണം. ഇതൊക്കെ നമുക്ക് വരണമെങ്കിൽ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഓക്സിജൻ അവിടെ കറക്റ്റായിട്ട് ഡെലിവർ ആവുന്നില്ല മസിൽ ടിഷ്യൂസിൽ. അപ്പോൾ അതുകൊണ്ട് എന്താവും? ATP പ്രൊഡക്ഷൻ കുറവായിരിക്കും, ഇവന് 100 കിലോ പൊക്കാൻ പറ്റാത്തൊരവസ്ഥയും. അതായത് ഇവന് 100 കിലോ പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇവന് കൂടിപ്പോയാലൊരു 5 റെപ്പോ 3 റെപ്പൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു റെപ്പ് കഷ്ടി. ഓക്കെ. അതേസമയം സ്മോക്കിംഗ് ചെയ്യാത്ത ആളാണെങ്കിൽ അവന് എളുപ്പമായിട്ട് 100 കിലോ ബെഞ്ച് പ്രസ് ഒരു 10-20 റെപ്പ് അടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അത് ഡിപ്പെൻസ്, ഓരോ ആൾക്കാരുടെ സ്ട്രെങ്ത്തിന് ബന്ധപ്പെട്ടായിരിക്കും അത് സംഭവിക്കുക. ഓക്കെ. ബട്ട് സ്റ്റിൽ ഞാൻ പറയാൻ വന്നത് എന്താണ്? മസിൽ ടിഷ്യൂസിലോട്ട് കറക്റ്റായിട്ട് ഓക്സിജൻ ഡെലിവർ ആവില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അത് നമ്മുടെ സ്ട്രെങ്ത്തിന് ബാധിക്കും. ഇപ്പോൾ സിഗരറ്റ് എന്ന് പറയുന്ന സാധനം ഓഫ് കോഴ്സ് നമ്മുടെ സ്ട്രെങ്ത്തിന് ബാധിക്കും. ഒരു എന്താ പറയുക, നമുക്കത് വെച്ച് ഒരു സ്ട്രെങ്ത് പ്രോഗ്രഷൻ ഇല്ല, നമുക്കൊന്നും നേട്ടമില്ല. ജസ്റ്റ് ആ ഒരു നിക്കോട്ടിൻ്റെ ആ ഒരു അംശം നമുക്ക് വരുമ്പോഴാണ് ആ ഒരു സുഖം കിട്ടുന്നത്, അല്ലാതെ നമുക്ക് ഫിസിക്കലി വേറൊരു റിസൾട്ടും നമുക്ക് സിഗരറ്റിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ സ്ട്രെങ്ത് പെർഫോമൻസ് ഒട്ടും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ മൂന്നാമത്തെ പോയിന്റ്, അതായത് ഞാൻ ഇതിന് മുന്നേ മെൻഷൻ ചെയ്ത പോയിന്റ് എന്നാൽ കാർബൺ മോണോക്സൈഡ് ബൈൻഡിങ് ഈസ് 200 ടൈംസ് സ്ട്രോങ്ങർ ദാൻ ഓക്സിജൻ. ഓക്കെ. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർബൺ മോണോക്സൈഡിൻ്റെ ബൈൻഡിങ് ഓക്സിജനെ കാട്ടും 200 ടൈംസ് സ്ട്രോങ്ങർ ആണ്. ഹീമോഗ്ലോബിനിലോട്ട് ബൈൻഡിങ് ചെയ്യുമ്പോൾ ഭയങ്കര പെട്ടെന്നായിരിക്കും, ശക്തമായിട്ടായിരിക്കും ഹീമോഗ്ലോബിനായിട്ട് കാർബൺ മോണോക്സൈഡ് ബൈൻഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ സിഗരറ്റ് സ്മോക്കിംഗ് സ്ട്രെങ്ത് പെർഫോമൻസിന് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ, നമ്മൾ ഇത് വലിച്ചാലെന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഒരു ഗുണമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ എല്ലാവരും ഹൈസ്കൂൾ ലെവലൊക്കെ എത്തുമ്പോഴാണ് അവർ വിചാരിക്കുന്നത് ഇത് വലിച്ചാൽ എന്തോ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. ബട്ട് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അവരുടെ സ്ട്രെങ്ത് അവിടെ ഡിക്ലൈൻ ആണ്. സ്ട്രെങ്ത്തിനൊരു അവരുടെ മസിൽ ടിഷ്യൂസ് സ്ട്രോങ് ആയിരിക്കില്ല, മസിൽസിൻ്റെ ആ ഒരു എന്താ പറയുക തിക്നെസ് കുറയും, മസിൽസിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. സോ ദേ ആർ ആക്ച്വലി ബിക്കമിങ് വീക്കർ. ഓക്കെ. അപ്പോൾ ഒരു ഗുണവുമില്ല. ആക്ച്വലി ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ക്ലിയർ അല്ലേ?
ഒക്കേഷണലി ആയിക്കോട്ടെ, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ നിങ്ങൾ വലിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മാക്സിമം സിഗരറ്റ് ആയിട്ടുള്ള ഒരു ഇത് നിർത്താൻ നോക്കാം. നമ്മളൊരു പഫെല്ലാം അടിക്കുന്ന കുഴപ്പമില്ല, പക്ഷെ ഈ ഒരു പഫും ഭയങ്കര പ്രശ്നമാണ്, മനസ്സിലാവുന്നില്ല. ഈ ഒരു പഫിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് കിടക്കും. ചെറുതായിട്ടെങ്കിലും അത് നമ്മുടെ സ്ട്രെങ്തിന് അത് എഫക്റ്റ് ചെയ്യും. സോ മാക്സിമം നമ്മൾ സിഗരറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഒരു ഉപകാരമില്ലാത്ത സാധനമാണ്. സ്മോക്കിംഗ് നിർത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പോർട്സായിട്ട് നിങ്ങൾ എൻഗേജ്ഡ് ആവണം. ഇൻ കേസ് ഫുട്ബോളോ എന്തെങ്കിലും ഒരു സ്ട്രെങ്ത് സ്പോർട്സോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെ എൻഡുറൻസ് ഉണ്ടെങ്കിൽ, എൻഡുറൻസും നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഒരു ചാനൽ കാണുന്ന ആൾക്കാർ ഞാൻ വിചാരിക്കുന്നു മിക്കവരും ഈ സ്ട്രെങ്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്ട്രെങ്ത് റിലേറ്റഡ് സ്പോർട്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂല. ഈ ഒരു സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമൈസ് നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും ഒരു എന്താ പറയുക, റിക്കവറി ആവാൻ ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾ വെയിറ്റ് പൊക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര സോർനെസ് ഉണ്ട്, പെട്ടെന്ന് റിക്കവർ ആവുന്നില്ല. അപ്പം ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. അതായത് മസിൽ ടിഷ്യൂസിലോട്ട് കറക്റ്റായിട്ട് ഓക്സിജൻ ഡെലിവർ ആവുന്നില്ല. അപ്പം നിങ്ങൾ ആക്ച്വലി യു ആർ ഡൂയിങ് മോർ ഹാം. മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ സിഗരറ്റും വലിക്കുന്നുണ്ട്, അതിനോടൊപ്പം സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി യു ആർ ഡൂയിങ് മോർ ഹാം ടു യുവർ ബോഡി. ഒന്നില്ലെങ്കിൽ സിഗരറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റണമെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെന്താ പറയുക, എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിനെ അത് ബാധിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനാകെ ഒരു പരിഹാരമുള്ളൂ. കുറേ മെത്തേഡ്സ് ഉണ്ട്. അതായത് നിക്കോട്ടിൻ പാച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവമൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും സ്പോർട്സ് ആയിട്ട് നിങ്ങൾ എൻഗേജ് ആവുക. ഓഫ് കോഴ്സ് ജിമ്മിൽ ചേരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ജിമ്മിലൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആവും. ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ നിങ്ങൾ ആൾക്കാർ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി വരുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇത്ര വെയിറ്റ് പൊക്കുന്നുണ്ട്, ഞാൻ ഇത്ര എക്സസൈസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത് ഞാൻ വലിച്ചാൽ എൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. അപ്പോൾ നിങ്ങൾ വലിക്കൂല, ഓഫ് കോഴ്സ് നിങ്ങൾ വലിക്കൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും നിങ്ങൾ സ്പോർട്സായിട്ട് എൻഗേജ് ആവാം. ഈ പറഞ്ഞ പോലെ സ്ട്രെങ്ത് റിലേറ്റഡ് ആയിട്ട് സ്പോർട്സ് ആകുമ്പോൾ പവർ ലിഫ്റ്റിംഗ്, വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്മോക്കിങ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ജിമ്മിൽ വെച്ച് കാണാം. പക്ഷെ ജിമ്മിൽ വെച്ച് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് താടി ഉണ്ടെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജിമ്മിൽ വെച്ചെടുത്ത വീഡിയോ പ്രീ റെക്കോർഡഡ് വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്ത വീഡിയോ ആണ്, അതാണ് താടി ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു തിരക്ക് കാരണം എനിക്ക് ഈ ഒരു ടോപ്പിക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം കിട്ടുമ്പോഴാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത് ജിമ്മിൽ വെച്ച് കാണാം. ഈ ഒരു സ്കോട്ടിന് വേറെ പേരും കൂടിയുണ്ട്, ഹൈ ഹീൽ സ്കോട്ട് എന്ന് പറയും. ഇവര് ഹൈ ഹീൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സാധനം കണ്ടോ നിങ്ങൾ, ഇതിന് മേളിൽ കയറിയിട്ടാണ് ഞാൻ അടിക്കുന്നത്.
അപ്പോൾ മാക്സിമം പഠിക്കുമ്പോൾ എനിക്ക് മാക്സിമം റേഞ്ച് ഓഫ് മോഷൻ കിട്ടും. അതേപോലെ എൻ്റെ ഇവിടെ മെയിൻ മസിൽസ് വർക്കാവുന്നത് ക്വാഡ്സ് ആയിരിക്കും. വേറെ കുറേ മസിൽസ് വർക്കാവുന്നുണ്ട്, പക്ഷേ മെയിൻ പ്രയോറിറ്റി പോകുന്ന മസിൽ ക്വാഡ്സിനായിരിക്കും. മനസ്സിലാവുന്നില്ല? അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഞാൻ ഇരിക്കുന്ന പൊസിഷൻ നല്ലൊരു ക്വാഡ്സ് ആക്ടിവേറ്റ് ആവുന്ന പൊസിഷൻ. അപ്പോൾ ഞാൻ മുകളിലോട്ട് വരുമ്പോൾ ക്വാഡ്സ് മസിലാണ് എൻ്റെ മെയിനായിട്ട് അവിടെ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലാതെ ഹിപ്പ് ഗ്ലൂട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അവിടെ മെയിനായിട്ട് വരുന്ന മസിൽസ് എന്ന് പറയുന്നത് ക്വാഡ്സാണ്. അപ്പോൾ ഒരു അറൗണ്ട് 70% ക്വാഡ്സിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് മുകളിലോട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ ക്വാഡ്സ് നല്ലോണം ആക്ടിവേറ്റ് ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു എക്സസൈസാണ് നമ്മുടെ ടോം പ്ലാറ്റ്സിൻ്റെ ഫേവറേറ്റ് എക്സസൈസ്, ഹാക്ക് സ്ക്വാട്ട്. അപ്പോൾ ഇതിലൊരു മോഡറേറ്റ് വെയിറ്റിൽ 4 സെറ്റ്, ഒരു സെറ്റിൽ 10 റെപ്പ്. ഓക്കെ, ഡ്രോപ്പ് സെറ്റാണ് അടിക്കാൻ പോകുന്നത്. ഓൾറെഡി എൻ്റെ ക്വാഡ്സ് ഹാക്ക് സ്ക്വാട്ടും പിന്നെ അതേപോലെ തന്നെ സ്ക്വാട്ടും ചെയ്തിട്ട് ഓൾറെഡി എൻ്റെ ക്വാഡ്സ് ഭയങ്കര പമ്പ്ഡാണ്. അപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹാംസ്ട്രിങ്സിനാണ്. ഓക്കെ,
അപ്പോൾ ഒരു സെറ്റ് ഫെയിലിയർ വരെ, 4 സെറ്റ് ഇപ്പോൾ ഫെയിലിയർ വരെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ സ്ക്വാട്ട് നോക്കി, പിന്നെ ഹാക്ക് സ്ക്വാട്ട്, പിന്നെ ഹാംസ്ട്രിങ്സ്. അപ്പോൾ ഈ 2 എക്സസൈസ്, അതായത് ഹാക്ക് സ്ക്വാട്ടും പിന്നെ അതേപോലെ ഹൈ ഹീൽ സ്ക്വാട്ടും കൂടുതൽ ഫോക്കസ് ചെയ്തത് ക്വാഡ്സിനായിരുന്നു. അതായത് എൻ്റെ ക്വാഡ്സ് നല്ല മാക്സിമം മെക്കാനിക്കൽ ടെൻഷന് കിട്ടാൻ വേണ്ടിയാണ് ക്വാഡ്സിന് നമ്മൾ ഹാക്ക് സ്ക്വാട്ടും ഹൈ ഹീൽ സ്ക്വാട്ടും ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, പിന്നെ ഫൈനലായിട്ട് നമ്മൾ ചെയ്തത് ഹാംസ്ട്രിങ്സിനായിരുന്നു. പിന്നെ കാഫ് മസിൽസിന് കളിക്കാൻ ഇന്ന് സമയം കിട്ടിയില്ല. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഹാംസ്ട്രിങ്സ് മാക്സിമം മോഡറേറ്റ് വെയിറ്റിൽ ഫെയിലിയർ വരെ ഓരോരോ സെറ്റ് വരും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തോടെ ഹൈപ്പർട്രോഫി ഫീസിൻ്റെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്തത് സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കാം. നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ. What's the central part of your training? Is it running? Is it sparring? The central part is dodging the nightclubs and the parties and the girls. You want the truth? And being in the bed by yourself at 9 o'clock at night. And if you can get by that, you'll make it.